There's a land that is fairer than day, and by faith we can see it afar. For the Father waits over the way to prepare us a dwelling place there, in the sweet by and by we shall meet on that beautiful shore, in the sweet by and by we shall meet on that beautiful shore. We shall sing on that beautiful shore the melodious songs of the blessed, and our spirits shall sorrow no more. What a friend we have in Jesus, all our sins and griefs to bear. What a privilege to carry everything to God in prayer. Oh, what peace we often forfeit. Oh, what needless pain we bear. All because we do not carry everything to God in prayer. Have we trials and temptations? Is there trouble anywhere? We should never be discouraged. Take it to the Lord in prayer. Can we find a friend so faithful, who will all our sorrows share? Jesus knows our every weakness. Take it to the Lord in prayer. Are we weak and heavy laden, cumbered with a load of care? Precious Savior, still our refuge. Take it to the Lord in prayer. Do thy friends despise, forsake thee? Take it to the Lord in prayer. In his arms he'll take and shield thee. Thou wilt find a solace there. ഇത്ര പെട്ടെന്നൊരു ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ ഞാനും എസ്തേറും കൂടെ ഇവിടെ കടന്നു വരുമായിരുന്നു, ആശ്വാസവാക്കുകൾ പറയുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ മാസം 2 പ്രാവശ്യം വന്നു. കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് തോന്നി. അടുത്ത് വന്ന് സൗകര്യമായിരുന്നു, സംസാരിക്കും, പുഞ്ചിരിച്ചുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പോയി കിടക്കും. ഇത്ര പെട്ടെന്ന് അനിയൻ വിളിച്ച് പറഞ്ഞു അമ്മ പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഷോക്ക് പോലെ ആയിപ്പോയി. ദൈവനാമത്തിനോട് സ്തോത്രം ചെയ്യുന്നു. നല്ലവണ്ണം ആഹാരങ്ങൾ കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്ത്
കുക്ക് ചെയ്താലും അത് വരുന്നവർക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള അത്ര ഒരു ടാലൻ്റുള്ള ഒരു ആളാണ്. ദൈവനാമം നന്ദിയോട് സ്തോത്രം. വചനം പറയുന്നു, മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു, വയലിലെ പൂ പോലെ അത് പൂക്കുന്നു, കാറ്റടിക്കുമ്പോൾ അതില്ലാതെയാകുന്നു. എന്നാൽ യഹോവയുടെ ദൈവം എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അതിലാണ് ഞാൻ ആശ്വാസം കൊള്ളുന്നത്. യഹോവയുടെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അതുകൊണ്ട് ദൈവം അറിയാതെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് മെനഞ്ഞിരിക്കുന്നതോട് എന്നെ എന്തിനിങ്ങനെ മെനഞ്ഞെന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശ്രയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും. ഇനിയും അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ കുവൈറ്റിൽ നിന്ന് ഇവിടെ കടന്നു വരുവാനും എല്ലാ മക്കളോട് ഒരുമിച്ച് അയൽപ്പാനം ചെയ്യുന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രിയ സൂസാൻ്റിയുടെ കൂടെ ഞാൻ എൻ്റെ നഴ്സിംഗ് കാലം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മാതാപിതാക്കൾ കുവൈറ്റിലായിരുന്ന സമയത്ത് ഞാൻ സൂസാൻ്റിയോടൊപ്പം നിന്ന് ഇരിക്കുകയും സൂസാൻ്റിയുടെ സൽക്കാരങ്ങളും എന്നെ ശുശ്രൂഷിക്കുകയും മകളെന്ന രീതിയിൽ എന്നെ നല്ലവണ്ണം പരിചരിക്കുകയും സ്വന്തം മക്കളെ നോക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും എന്നോട് ശ്രദ്ധിക്കാനും സൂസാൻ്റി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെയും ഈ സമയത്ത് എപ്പോഴും വെക്കേഷന് വരുമ്പോഴും ഞങ്ങൾ ഓടി വരുമായിരുന്നു സൂസാൻ്റി ഒഴിവൊക്കെ കാണാൻ വേണ്ടി. ഇവിടെ വന്ന് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും നല്ല ടേസ്റ്റി ആയിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തന്ന് നമ്മൾ ഒരുമിച്ച് ഒരു ടേബിളിൽ നിന്ന് വളരെ പ്രത്യാശയോടെ അല്ലാതെ ഞാൻ ഇന്നേ വരെ സൂസാൻ്റിയെ കണ്ടിട്ടില്ല. അത്ര ഹാപ്പിനെസ്സോടു കൂടിയാണ് എപ്പോഴും ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് സൽക്കാരങ്ങൾ ഒരുക്കി. ഈ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് പറയത്തില്ല, പക്ഷെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ശുശ്രൂഷിക്കുകയും സംസാരത്തിലായിരുന്നാലും വളരെ പ്ലസൻ്റായിട്ട് കാമായിട്ട് സ്മൈലായിട്ടാണ് എപ്പോഴും സൂസാൻ്റി ഞാൻ എപ്പോഴും കാണാറ്. ആരെക്കുറിച്ച് ഒരു ചീത്ത വാക്കൊന്നും പറയുന്നത് ഇന്നേ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സൂസാൻ്റിയുടെ വായന്ന് ഞാൻ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്ര നല്ല ക്വാളിറ്റീസാണ് സൂസാൻ്റിക്ക് ഉണ്ടായിരുന്നത്. പ്രിയ ഉപ്പാപ്പനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും സൂസാൻ്റിക്ക് ഇടയ്ക്ക് വീഴുവാൻ ഇടയായി. അന്നേരം ഞങ്ങൾ അറിഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾ സഭയായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. വേഗത്തിൽ തന്നെ വീട്ടിൽ മടങ്ങി ഡിസ്ചാർജ് ചെയ്ത് വരുവാനും പിന്നെയും ഞാൻ അമ്മയെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ വളരെ പ്രത്യാശയോടെ സൂസാനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈയിടെയായിട്ട് ശനിയാഴ്ച വിളിച്ചപ്പോൾ പറഞ്ഞു രാവിലെ ഇഡലിയും സാമ്പാറൊക്കെ കഴിച്ച് മക്കളെ സൂസാനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല പ്രത്യാശയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്നേ ദിവസം വൈകിട്ട് വിളിച്ച് ഉപ്പാപ്പനെ സജു മുഖാന്തരം ഞങ്ങൾ അറിയാനിടയായി. സൂസാൻറ്റി ലോകം വിട്ട് കടന്നുപോയി, താൻ പ്രത്യാശ വെച്ച യേശുവിൻ്റെ അടുത്തോട്ട് കടന്നുപോയി ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ വിചാരിക്കും ഇത്ര പെട്ടെന്ന് നല്ലൊരു മരണമാണ് സൂസാനിക്ക് ദൈവം കൊടുത്തത്. കഷ്ടപ്പെടാനൊന്നും ദൈവം അനുവദിച്ചില്ല. താൻ പ്രത്യാശ വെച്ച യേശുവിൻ്റെ അടുത്ത് താൻ കടന്നുപോയി. വേർപാട് എല്ലാവർക്കും ഒരു ദുഃഖമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മാച്ചൻ മരിച്ചുപോയി. ഒരു മാസം തികഞ്ഞതിന് മുമ്പ് തന്നെ അടുത്ത് സൂസാൻറ്റി മരിച്ചുപോയി. ഞങ്ങൾക്ക് വിഷമമുണ്ട്. എങ്കിലും ഞങ്ങളുടെ പ്രത്യാശ നിത്യതയാണ്. ആ നിത്യത നോക്കിയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. എനിക്കിവിടെ വന്ന് കൂടിയിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ആ നിത്യതയെ നോക്കി ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദാനിയേലിനോട് പറഞ്ഞതുപോലെ നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക, ഈ കാലാവസ്ഥയെങ്കിൽ എൻ്റെ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റ് വരും. അതുപോലെ സൂസാനി നമുക്ക് ആ പ്രത്യാശയുടെ തീരത്ത് നമുക്ക് ഓരോരുത്തർക്കും കാണാമെന്ന പ്രത്യാശയോടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അനുശോചനത്തെ അറിയിച്ചുകൊണ്ട് ഈ സമയം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കും. അന്ന് മുതൽ മമ്മിയോടൊപ്പം കുറേ നാൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് മമ്മിക്ക് വയ്യാതിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ മമ്മിയെ പരിപാലിക്കാനൊക്കെ ദൈവാടീനം കൃപ ചെയ്തു. അവസാന നാളുകളിൽ ഞങ്ങളുടെ സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ കടന്നു വരുവാനോ മമ്മിയോടൊപ്പം നിൽക്കാനോ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ലാസ്റ്റ് സമയത്ത് വിളിച്ചപ്പോൾ മമ്മി വളരെ സന്തോഷത്തോടെ, ഇടയ്ക്ക് വെച്ച് സൗണ്ടൊന്നും ഇല്ലാതെ ഒക്കെ ആയിരുന്നു. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒക്കെ വളരെ ഭാരപ്പെട്ടു. ലാസ്റ്റ് സമയത്ത് വിളിച്ചപ്പോൾ മമ്മി സന്തോഷത്തോടെ, മക്കളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വോമിറ്റിംഗ് എല്ലാം കുറഞ്ഞു, മക്കളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനിടയായി. അപ്പോഴൊക്കെ ഞങ്ങൾ സന്തോഷിച്ചു. ദൈവം എത്രയും വിടുതൽ കൊടുത്തല്ലോ, ദൈവം എത്രയും സഹായിച്ചല്ലോ എന്ന് ഞങ്ങൾ സന്തോഷിച്ചു.
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലേക്ക് കടന്നുപോയി. മമ്മിക്ക് നല്ലൊരു മരണം ദൈവം കൊടുത്തു. ദൈവത്തിന്റെ കൃപയാണ്. പപ്പായ്ക്കും ദൈവം കൃപ കൊടുത്തു മമ്മിനെ പരിപാലിപ്പാൻ. മമ്മിയെ നന്നായി നോക്കി. ഞങ്ങളുടെ അപ്പന്മാരും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പപ്പ നല്ലപോലെ മമ്മിയെ നോക്കി. പപ്പായ്ക്ക് അതിനുള്ള കൃപ ദൈവം കൊടുത്തു. ഇതുപോലെ ഈ ശുശ്രൂഷയില് ഞാൻ കൂടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. സ്വർഗത്തിൽ ചെന്ന് പിന്നെയും മമ്മിയെ കാണാമെന്നുള്ള സന്തോഷത്തോടെയാണ് ഞങ്ങളായിരിക്കുന്നത്. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കടന്നു വന്ന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കും. മമ്മിയുടെ വേർപാട് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാനും ദൈവം ചെയ്ത വലിയ കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2017 ജൂലൈ മാസത്താണ് ഞാൻ ഈ ഭവനത്തിൽ ഈ കുടുംബത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. അന്ന് ആ ദിവസം ഞങ്ങളുടെ വിവാഹ ദിവസം മമ്മി ഇതുപോലെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് അന്ന് കടന്നുപോയത്. മമ്മിക്ക് ഞങ്ങളുടെ വിവാഹം കാണുവാൻ കഴിഞ്ഞില്ല. മമ്മി അവിടെ ഓഡിറ്റോറിയത്തിൽ വന്ന സമയത്ത് തന്നെ അവിടെ കൊഴിഞ്ഞു വീഴുകയുണ്ടായി. അന്നേ ദിവസം അപ്പോൾ ഞാൻ ആ വിവാഹ വേദിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരാൾ വന്ന് പറയുകയായി, മമ്മി പോയി, മമ്മീനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ മമ്മി ഹോസ്പിറ്റലിൽ പോയി ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും മമ്മി ഓക്കെ ആയി. അന്ന് വൈകുന്നേരം അപ്പോൾ തന്നെ അച്ഛൻ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് കാരക്കുളം മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ പോയിട്ടപ്പോൾ മമ്മി പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ മക്കളെ കാണണം എന്ന് പറഞ്ഞ് മമ്മി തിരിച്ചു വരുവാനിടയായി തീർന്നു. ആ സമയത്ത് ഞാൻ പറയും, ദൈവമേ കർത്താവ് എന്തെങ്കിലും പ്രകാരം സംഭവിച്ചത് ഞങ്ങളുടെ വിവാഹ ദിവസം. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, മമ്മി അതിനുശേഷം 7 വർഷം മമ്മി പിന്നെയും ജീവിച്ചിരുന്നു. അതുപോലെ തന്നെ 2019 ഒരു ഡിസംബർ മാസത്ത് മമ്മിക്ക് വലിയൊരു ബുദ്ധിമുട്ടിലായിട്ട് ഈ രോഗാവസ്ഥയിലോട്ട് കടന്നു പോകുന്ന സമയത്ത് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞതായിരുന്നു, മമ്മീനെ വീട്ടിൽ കൊണ്ട് പൊക്കോളാൻ പറഞ്ഞതായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അബുദാബിയിലായിരുന്നു, പക്ഷെ നാട്ടിൽ വന്നു. അതിന് മുമ്പായിട്ട് മമ്മി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട്, മമ്മിക്ക് സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണമെന്നൊരു ആഗ്രഹം മമ്മി പറയുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ കാണണമെന്നൊരു ആഗ്രഹം പറയുമായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു, കർത്താവേ മമ്മിക്ക് കുഞ്ഞിനെ കാണാനൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പപ്പയോടായിരുന്നു മമ്മി പറഞ്ഞിരുന്നു ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. പക്ഷെ എന്നാ പറയാനും എല്ലാം കർത്താവിൻ്റെ ഒരു നിയോഗമായിരുന്നു മമ്മി ഇത്രയും നാൾ ജീവിച്ചിരിപ്പാൻ. സങ്കീർത്തനം 128 പറയുന്ന പോലെ നിന്റെ ആയുഷ്കാലം നിന്റെ നന്മയേക്കാൾ മക്കളെയും നീ കാണുമെന്ന് വചനപ്രകാരം മമ്മിക്ക് ഈ ലോകത്തായിരുന്നപ്പോഴും മമ്മിക്ക് ലഭിക്കാനുള്ള സൗഭാഗ്യം, മക്കളെ കാണുവാനുള്ളൊരു സൗഭാഗ്യം മമ്മിക്ക് ലഭിച്ചു. അതിനുപരിയായി ഞങ്ങളൊപ്പം ഒരുമിച്ച് മമ്മി അധികം നാൾ ആയിരുന്നില്ലെങ്കിലും കുറച്ച് നാളേലും ഞങ്ങളൊപ്പം ആയിരിക്കാനും മമ്മിക്ക് സാധിച്ചു. അത് മാത്രമല്ല, ഞങ്ങൾ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ നേഴ്സാണ്, അപ്പോൾ ഞങ്ങൾക്ക് അറിയാമായിരുന്നു മമ്മിയുടെ കണ്ടീഷൻസ് ഇങ്ങനെയാണ്. അപ്പോൾ ഓൾറെഡി അച്ഛൻ വിളിച്ചിട്ട് പപ്പയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പപ്പ എങ്ങനെയാണ്, ഡോക്ടേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പപ്പ ഞങ്ങളെല്ലാവരും അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. കർത്താവിൽ എല്ലാത്തിനും ഉപരിയായി ഞങ്ങൾ കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുമായിരുന്നു. ഒരു സങ്കടമുണ്ടായിരുന്നു, മമ്മി കിടന്ന് കഷ്ടപ്പെടരുത്, ആ ഒരു അവസ്ഥയിലോട്ട് പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും താങ്ങാൻ കഴിയത്തില്ലായിരുന്നു. പിന്നെ അന്ന് ആ മമ്മി പോകുന്ന ദിവസം ഒന്ന് വൈകുന്നേരം മമ്മിയെ വിളിച്ച് സംസാരിക്കും. ഒരു 5 മണി സമയത്ത് മമ്മി എൻ്റെ മോളോടൊക്കെ വിളിച്ച് ആ സമയത്ത് വീഡിയോ കോളിൽ സംസാരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മി കുടുംബ പ്രാർത്ഥനയുടെ ആ സമയത്താണ് മമ്മി കടന്നു പോയത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മമ്മി പ്രത്യാശയോടുകൂടിയാണ് കടന്നു പോയിരിക്കുന്നത്. അതുപോലെ ഇനി എല്ലാവർക്കും ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും ഒരു സമയത്ത് പോകേണ്ടവരാണ്. എപ്പോഴും നമ്മുടെ മൈൻഡ് അതിനായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും. നമ്മുടെ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും ഉയരത്തിലുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് എപ്പോഴും ഞങ്ങളുടെ മമ്മി പോലും നമുക്ക് സങ്കടമില്ല. എന്നിരുന്നാലും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ബലഹീനരാണ്, നമുക്ക് സങ്കടമുണ്ടാവും. എന്നിരുന്നാലും ആ തീരത്ത് നമ്മുടെ എത്തുമ്പോഴേക്കും മമ്മിയെ കാണാമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി
ഞങ്ങളും ആയിരിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഒരു കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മമ്മീനെ ടേക്ക് കെയർ ചെയ്ത് ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായിച്ച ദേവദാസന്മാരും അതുപോലെ ദൈവമക്കൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ, ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ ചേച്ചി, അതുപോലെ മമ്മി പപ്പ, അതുപോലെ ചേച്ചിയുടെ ഫാമിലിയിലെ മമ്മി പപ്പ, അതുപോലെ ഞങ്ങളുടെ ചുറ്റുവട്ടമിരിക്കുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. എത്ര പറഞ്ഞാലും തീരാത്ത നന്മകളാൽ ദൈവം ഞങ്ങൾ നിറച്ചു, എത്രത്തോളം ഞങ്ങൾ സഹായിച്ചു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സഹായഹസ്തങ്ങൾ ഞങ്ങൾക്ക് തക്ക സമയത്ത് ദൈവം ഞങ്ങൾക്ക് നൽകി. എത്രത്തോളം ഞങ്ങൾ മാനിച്ചു. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. കടന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും, പാസ്റ്റേഴ്സിനും, ഞങ്ങളുടെ ദേശവാസികൾക്കും, സഹോദരങ്ങൾക്കും, സഹോദരിമാർക്കും എല്ലാവർക്കും ദൈവങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു നന്ദിവാചകം പറയാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ 2 ബ്രദേഴ്സാണ്. ഞാൻ ഇളയവനാണ്. എൻ്റെ പേര് ഡാനിയൽ എന്നാണ്. പൊതുവെ എല്ലാവരും സജീവ് എന്നാണ് വിളിക്കുന്നത്. നന്ദിവാചകം പറയുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട മമ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി ഏതൊരു ആൾക്കാർക്കും അവരുടെ പ്രിയപ്പെട്ട നഷ്ടപ്പെട്ട മുമ്പ് ഉള്ള വിഷമം പോലെ ഞങ്ങൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട മമ്മി കടന്നു ഷെയർ ചെയ്യാറുണ്ടെങ്കിലും നമുക്ക് വിഷമമില്ല. ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെടാതെ, മമ്മി ഒത്തിരി കഷ്ടപ്പെട്ടു, പക്ഷെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുത്തിയിട്ടില്ല. പക്ഷെ മമ്മി ഒത്തിരി കഷ്ടപ്പെട്ടു. മമ്മിയുടെ സാഹചര്യങ്ങളും മമ്മിയുടെ അസുഖവും കാരണം മമ്മി ഒത്തിരി സഹിച്ചു. പക്ഷെ പെട്ടെന്നായിരുന്നു 63 വയസ്സ്. എല്ലാ മഹത്വം കർത്താവിന്. ഞങ്ങൾ ഈ ദേശത്ത് വന്ന് പാർക്കുവാനോ അതിനൊന്നും ഞങ്ങൾ ആഗ്രഹിച്ച കാര്യമല്ല. ഈവൻ മമ്മിക്ക് പോലും അത് ഇഷ്ടമില്ലായിരുന്നു. ഇവിടെ വന്ന് മമ്മിയുടെ സ്വന്തം ദേശം കഴക്കൂട്ടമാണ്. ഞങ്ങൾ പഠിച്ചതും വളർന്നതും എല്ലാം അവിടെയാണെങ്കിലും അതിൻ്റെ ഇടയിൽ പപ്പയുടെ ചർച്ചും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പല ദേശങ്ങളിൽ എൻ്റെ അറിവ് വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം 33 വർഷം, എനിക്കിപ്പോൾ 37 വയസ്സാകും. ഏകദേശം 33 വർഷം ഞങ്ങൾ വാടകയ്ക്ക് വീട്ടിലായിരുന്നു. ഏകദേശം 17 വാടക വീട്.
മമ്മി എപ്പോഴും പറഞ്ഞ് ഞങ്ങൾക്ക് കഴിവിട്ടത് പോകണം, എനിക്ക് കഴിവിട്ടത് പോകണം. മമ്മിയുടെ ആഗ്രഹം കാരണം ഞങ്ങളുടെ സ്കൂളെല്ലാം ഏകദേശം 4-5 സ്കൂളിൽ ഞങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ അത് പെർമനന്റ് പ്ലേസ് ഉണ്ട്. ഫ്രണ്ട്സ് എപ്പോഴും ഞങ്ങൾക്ക് ആരും അറിയത്തില്ല. ഞങ്ങൾക്ക് ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒന്ന് വിളിച്ച് പറയാവുന്ന കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും പലരും പലരായിരിക്കും, പല സ്ഥലങ്ങളായിരിക്കും. നമ്മളിവിടെ ഇല്ല, പപ്പയും മമ്മിയും മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ മമ്മി ഈ വീട് വെച്ചപ്പോൾ മമ്മി പറയുമായിരുന്നു, ഞാനിവിടെ ഈ വീട്ടിൽ വരത്തില്ല, ഞാൻ നിൽക്കത്തില്ല, എനിക്ക് കഴിവിട്ടത് പോകണം. ഞാൻ എപ്പോഴും മമ്മിയോട് പറയും, മമ്മി ഇല്ല, ദൈവം നമുക്ക് മനോഹരമായ ഒരു വീട് തന്നു. അതിന് പിന്നിൽ പക്കു എൻ്റെ സഹോദരനാണ് ബിനീസ്, ഒരു നല്ലൊരു വീട് ഞങ്ങൾക്ക് വേണ്ടി വെച്ച് തന്നു. അതിൻ്റെ പിന്നിൽ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സുരേഷ് ചേട്ടൻ, കല ചേച്ചി, ഷീബ ചേച്ചി, കുമാരേട്ടൻ, പ്രസന്ന ചേച്ചി, അനിത ചേച്ചി, പ്രദീപേട്ടൻ, സ്മിത, പ്രദീപേട്ടൻ. ഈ കുടുംബങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഞങ്ങളിവിടെ വീട് വെച്ച സമയത്ത് പക്കു, മിനീസും, സുരേഷ് ചേട്ടനും പിന്നെ ഈ പേര് പറഞ്ഞവർ മാത്രമാണ് ഇവിടെയുള്ളത്. ഞങ്ങൾ 2 പേരും ഇവിടെ ഇല്ല, ഞങ്ങൾ ആരും ഇവിടെ ഇല്ല, പപ്പ മാത്രം. പപ്പയ്ക്ക് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇവരാണ് അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്തതും. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല, അത്ര മാത്രമാണ്. എന്തൊരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സുരേഷിനെ വിളിക്കും, ഓടി വരും. സ്വന്തം സഹോദരനെ പോലെ അതിലുപരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. പിന്നെ ഞങ്ങളുടെ തോലടിയിലെ പപ്പ, മമ്മി, സ്റ്റാലിൻ ചേട്ടൻ, ജിൻസി ചേച്ചി, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും അവർക്ക് മതി വരത്തില്ല. അത്ര മാത്രമാണ് ഞങ്ങൾക്ക് അവർ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. മമ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മി പൊതുവെ ഒരു ഇൻട്രോവേർട്ടാണ്. മമ്മി അങ്ങനെ ഒത്തിരി സംസാരിക്കത്തില്ല. പൊതുവായി ആൾക്കാരത് ഭയങ്കര മിതമാണ് സംസാരം. മമ്മിക്ക് അത്ര ക്ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ മമ്മി സംസാരിക്കത്തുള്ളൂ. മമ്മി എപ്പോഴും ഞാൻ എപ്പോഴും പറയും, മമ്മി ഇച്ചിരി ഓപ്പൺ ആവണം. പക്ഷെ മമ്മി ഓപ്പൺ ആണ്. പക്ഷെ എനിക്ക് നല്ലപോലെ അറിയാം, മമ്മി ഒരു കാലത്ത് തീ പോലെ നിന്നതാണ്, വളരെ വളരെ തീ പോലെ നിന്നതാണ്. പക്ഷെ എപ്പോഴും ഞാൻ വിചാരിക്കും, എന്ത് പറ്റി മമ്മിക്ക് ഇങ്ങനെ. മമ്മി ഇത്തിരി എപ്പോഴും ബാക്ക് വലിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. ചർച്ചിലൊക്കെ പോലെ ആദ്യം മുമ്പിട്ട് ഹാരിസ് പാസ്റ്ററൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ നല്ലതുപോലെ അറിയാം. ആദ്യകാലത്തൊക്കെ നല്ലതുപോലെ നിന്നതാണ്. പിന്നെ മമ്മിക്ക് സാഹചര്യങ്ങളൊക്കെ മാറി. പ്രത്യേകം മമ്മിക്ക് വളരെ വിഷമുണ്ടായിരുന്നു. മമ്മി കടപ്പിടുന്ന മാറി താമസിക്കുമ്പോഴാണ്. പക്ഷെ പപ്പയ്ക്ക് ദൈവം കിട്ടുന്നത് വേറൊരു സാഹചര്യങ്ങളാണ്. കർത്താവിന് വേണ്ടി എനിക്ക് പപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്യൂർ ഹാർട്ടഡ് ഫാദറാണ്. എത്ര പറഞ്ഞാലും മതി വരത്തില്ല. അതിൽ എനിക്കറിയത്തില്ല ഈ ലോകത്തില് ഒരപ്പന് ഇതുപോലെ ചെയ്യാൻ കഴിയും. അത്രമാത്രം മറ്റോളം പ്യൂർ ഹാർട്ടഡ്. എനിക്ക് അത്രമാത്രം പറയാൻ പറ്റും. കർത്താവിനെ വിളിച്ച് അന്ന് മുതൽ ഇന്ന് വരെ പപ്പ അങ്ങനെ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ ഡ്രസ് ഇത്ര നല്ലതുപോലെ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നെ നമ്മൾ നശിച്ചു പോകുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞത്, പക്ഷെ എന്നിട്ട് ഇവിടെ വീട് വെച്ചപ്പോ മമ്മി പറയുമ്പോൾ ഒരിക്കലും ഞാൻ വരത്തില്ല, ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ വരത്തില്ല. എനിക്ക് എപ്പോഴും കഴിവിട്ട് തോന്നും. എങ്കിലും ഞാൻ ഞങ്ങൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ പറ്റുന്നിടത്തോടെ കൊണ്ടുപോകും. പിന്നെ ഇത്തിരി നാൾ കഴിഞ്ഞ് വയ്യാതേക്ക് ആയതിനു ശേഷം അതിന് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അതിലെനിക്ക് വേറെ വലിയ വിഷമം. ഞങ്ങളുടെ അമ്മാച്ചൻ 2 മാസം മുമ്പ്, ഏകദേശം 1.5 മാസം മുമ്പ് ഞങ്ങളെ വിട്ട് പിരിഞ്ഞു. എനിക്ക് വരണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, കഴിഞ്ഞില്ല. അമ്മച്ചൻ എപ്പോഴും ഞാൻ പറയും, അമ്മച്ച ഞങ്ങളുടെ വീട് വന്ന് കാണണം. കാരണത്തിൽ
നമ്മതിനകാലം ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. വളരെ ദൈവങ്ങൾക്ക് ആഹാരം തന്നിട്ടുണ്ട്, എങ്കിലും ഞങ്ങൾ അല്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ടു. പല സാഹചര്യങ്ങൾ ഞാനും ചാച്ചനും പപ്പ പക്ഷെ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ വളരെ നല്ലതുപോലെ നമ്മളെ പോഷിക്കും. ഞങ്ങളെ സ്കൂളിങ് കഴിഞ്ഞ് ഞാനിവിടുന്ന് പോയി ഏകദേശം 15 വർഷത്തോളമായി ഞാനിവിടുന്ന് മാറുന്നത്. ഓൺ ആൻഡ് ഓഫ് വന്നു പോകുന്നു അല്ലാതെ എനിക്ക് ആരും അറിയത്തില്ല. എൻ്റെ ഓൾഡ് ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്, പലർക്കും അറിയത്തില്ല. ആരുടെടുത്തും പറയാനുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. വന്നാലും ആർക്കും ഓടിയെത്താൻ കഴിയുന്ന സാഹചര്യങ്ങളല്ല. എല്ലാവരും പറഞ്ഞ് ലൈവ് വേണം, ഡാനിയേലായിട്ട് ലൈവ് വേണം. പക്ഷെ പറയുമ്പോൾ പപ്പയ്ക്ക് അതിനോടൊന്നും ഒരു താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. ഈ സമയം അതുപോലെ തന്നെ നന്ദി പറയാനായിട്ട് ഞങ്ങളുടെ സഭാ പാസ്റ്റർ റസൽ, അതുപോലെ ഞങ്ങളുടെ പാസ്റ്റേഴ്സ്, ഞങ്ങൾ PMG സഭയിലെ പഴയ ചർച്ചിലെ പാസ്റ്റേഴ്സ്, വിശ്വാസികൾ, ഈ ദേശത്തുള്ളവർ, ഈ റെസിഡൻസിൽ അവരൊക്കെ ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാസ്റ്റർ ബിജു പാസ്റ്ററിൻ്റെ പല സാഹചര്യങ്ങളും വളരെ ബിസി ആണെങ്കിലും പാസ്റ്റർ ഞാൻ എപ്പോഴും മെസ്സേജ് അയക്കും, കാര്യങ്ങളെല്ലാം പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതിനൊക്കെ ഒത്തിരി താങ്ക്സ്. അതുപോലെ തന്നെ പപ്പ പ്രത്യേകം പറയണത്, പപ്പയുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, പപ്പയുടെ സിസ്റ്ററാണ് ഇരിക്കുന്നത്. ഇത്രയും നാളിന് ശേഷമാണ് കാണുന്നത്. ഞങ്ങളൊക്കെ പുനലാൽ, ഞങ്ങളുടെ കൊച്ചുനാളിലെ മൊത്തം റിമെമ്പറൻസ് പുനലാൽ, പള്ളിവേട്ട, ആദ്യം ശുശ്രൂഷ പറഞ്ഞ് കുഞ്ഞുമോനച്ചൻ, രഞ്ജിത്ത്, ഇവരെയൊക്കെ നമ്മുടെ കുഞ്ഞുനാളിൽ വളരെയധികം ഇത്രമാത്രം ക്ലോസ് ആയിരുന്നു. ഇവരൊക്കെ കടന്നതിൽ ഞങ്ങൾക്ക് അധികമായ സന്തോഷമാണ്. അതിലുപരി എല്ലാവരും, ഞങ്ങൾ ഈ ദേശത്ത് ആരും അറിയത്തില്ല, ഞങ്ങളിവിടെ വന്ന് പാർത്തവരാണ്. എങ്കിൽ ഇത്രയും ആൾക്കാരും ഇത്രയും സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്ന് ഇത്രയും നമുക്ക് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ കൊയറിന് വേണ്ടി കടന്നു വന്ന പ്രിയദാസിന്, സഹോദരി, 2 പേര്, എല്ലാവർക്കും ഞങ്ങൾ ഒത്തിരി പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇന്നലെ തന്നെ അവർ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ, അവർ ഇന്നെത്തി. ഒത്തിരി താങ്ക്സ്. അതുപോലെ പൂണിച്ചേട്ടന് അറേഞ്ച് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഒത്തിരി നന്ദി പറയുന്നു. യെരൂശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ, മോദമേറുന്നേ. ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ, മോദമേറുന്നേ. ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ. ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേ